ഇങ്ങോട്ട് തിരിഞ്ഞ് എന്താ ഇങ്ങോട്ട് തിരിഞ്ഞൊരു കാര്യം കാര്യം പറഞ്ഞാൽ മതി. ചെവി കൊണ്ട് കേട്ടാ പോലെ. അങ്ങനെ പറഞ്ഞാ പോരെ, ഇങ്ങോട്ട് തിരിഞ്ഞ് ഇടി ചെവി കൊണ്ട് കേക്കാന്ന്. മുഖത്ത് നോക്കാത്ത കാര്യം പറയണ മുഖത്ത് എന്തിനാ നോക്കണത്? ഇത്ര രാവിലെ വരെ നോക്കിയിരിക്കല്ലേ ഈ മുഖം. ഇനി എന്തോന്ന് നോക്കാൻ? നീ എനിക്ക് ആകെ ഒരു നിരാശയാണ്. ഇങ്ങോട്ട് തിരിഞ്ഞ ചുമ്മാ ഇരുതാങ്ക. ഇത് എന്തോ കഷ്ടമാണ്. എനിക്ക് ഉറങ്ങുമ്പോ ശല്യം ചെയ്യണ ഇഷ്ടമല്ലെന്നേ. നീ പറഞ്ഞു കേക്കാം. ഞാനൊരു ബിസിനസ് ചെയ്താലോ ക്ലീറ്റോ? ഈ രാത്രിയിലാ? രാത്രിയിലല്ല, നിനക്ക് എന്ത് ക്ലീറ്റോ സീരിയസ് ആയിട്ട് പറയാണ്. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണം. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടല്ലോ, അത് പോരെ? തയ്യലല്ലേ? ആ, ഒരു മനുഷ്യൻ തയ്ക്കാൻ തന്നില്ല. അത് നിന്റെ തയ്യലിന്റെ ഗുണം കൊണ്ട്. അത് തന്നെ ക്ലീറ്റോ, എനിക്ക് വയ്യ. മെഷീൻ ചവിട്ടി കാലിന്റെ ഒരു കാലിന്റെ കാര്യം പോക്കായി. മറ്റേ ഇലക്ട്രിക്കൽ സാധനം വാങ്ങിക്കാം. വേണ്ട, എന്നാലും പെടലി വേദന ഉണ്ടെന്ന്. എങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ വേദന വരും? തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഞാനേ ഇതൊന്നും ബുദ്ധിമുട്ടില്ലാത്ത വേറൊരു സംഗതി ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഒരു മാസികയിൽ കണ്ടതാ. കേറ്ററിങ്. എന്ത് കേറ്ററിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല്. കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കൊക്കെ കൊള്ളാം, പക്ഷെ അതിന്റെ അർത്ഥം അറിയാമോ എന്താന്ന്? എനിക്കറിയാം. എടി, നീ വിചാരിക്കുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല അത്. അതൊക്കെ അതിൻ്റെതായ പണിയുണ്ട്. നമ്മൾ വീട്ടിൽ 3 പേർക്ക് ഉണ്ടാക്കും പോലെ അല്ല. അതൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കല്യാണം അതൊന്നുമല്ല. പിന്നെ നമ്മുടെ ഈ ചെറിയ ഹോട്ടലില്ലേ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുഞ്ഞു ഹോട്ടല്, അങ്ങോട്ട് രാവിലത്തെ പലഹാരങ്ങൾ മാത്രം. അപ്പം, ദോശ, ഇഡലി, ഇടിയപ്പം, പുട്ട്, അങ്ങനെ. എന്നെ പോലെ ഒരു പ്രമുഖന്റെ ഭാര്യ ഹോട്ടലിൽ തള്ളി ഞാൻ താഴ്ത്തോട്ടുണ്ട്. പ്രമുഖന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നീ എന്താ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുവോ? ഇല്ല, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കണമെങ്കിൽ കൊണ്ട് കൊടുക്കാം. ആ പരിപാടിയൊന്നും വേണ്ട. വേണമെങ്കിൽ വന്നെടുക്കണ പൊട്ടേഷൻ മതി. കൊണ്ടു കൊടുക്കലൊന്നും വേണ്ട. അപ്പൊ ഞാൻ ചെയ്തോട്ടെ? ചെയ്യണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പം തങ്കം ഭയങ്കര റിസ്ക് ആണത്. ഒരു റിസ്കും ഇല്ല. ഒരു മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് അങ്ങ് മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കണ്ടല്ലോ. അപ്പൊ തന്നെ പൊളിഞ്ഞു ബിസിനസ്. എന്ത് എടേ, ഒരു മാസത്തെ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിൽ പലതും പൂത്തു പോകും. ഈ പൂത്ത സാധനം ഇട്ട് നീ പലഹാരം ഉണ്ടാക്കി കടയിൽ കൊണ്ടു കൊടുത്താൽ അത് പൂപ്പലയെ വയ്ക്കും. പിന്നെ അത് പരാതിയാവും. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അതൊക്കെ മണ്ടത്തരമാണ്. അത് വേണ്ട. പിന്നെന്ത് ചെയ്യും? നീ എന്തെങ്കിലും ചെയ്തോ, എന്നെ ഒന്നിനും വിളിക്കരുത്. ഞാൻ ഒന്നിനുമില്ല. നീ പൈസ ഉണ്ടാക്കുകയോ ലാഭം ഉണ്ടാക്കുകയോ എന്ത് വേണോ ചെയ്തോ, ഞാനൊന്നിനുമില്ല. അതിന് ആദ്യം ഒരു 5000 രൂപ വേണം ക്ലീറ്റോ. അതാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ ഒന്നിനും ഇല്ല. ലാഭം കിട്ടുമ്പോ വരരുത്. എനിക്ക് വേണ്ട. എനിക്ക് ഈ കച്ചവടത്തിലുള്ള ലാഭം വേണ്ട. 422ാമത്തെ ബിസിനസ്. എത്രയാണ് ഉദ്ദേശിക്കുന്നത്? എടാ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി അരിപ്പൊടി, ഇച്ചിരി മൈദ, ഇച്ചിരി റവ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ വേണ്ടുള്ളല്ലോ. ഇത് വാങ്ങാനുള്ള കെൽപ്പുള്ളവരൊന്നും അവിടെ ഇല്ലേ? ഇത്തിരി മതി. തകളിക്ക് കാപ്പി ഉണ്ടാക്കണം. എന്ത് ഇച്ചിരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇച്ചിരി അല്ല, ഇച്ചിരി അധികം വേണം എന്ന് പറയുമ്പോ എടാ, ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കി ഒരു ചായക്കടയിലേക്ക് കൊടുക്കാനല്ലേ, ഹോട്ടലിലേക്ക്. അപ്പൊ ഇച്ചിരി മതിയോ? ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി റവ, ഇച്ചിരി മതിയോ? പോരല്ലോ? 10 പേർക്ക് പോരല്ലോ? 10-20 പേർക്ക് വേണ്ടേ? അല്ല, അതിൽ കൂടുതൽ വേണ്ടേ? അവർ ഓർഡർ തരുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണ്ടേ? അതിന് ഇത് മതിയോ? പോരല്ലോ? എൻ്റെ പൈസ ഇല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇത് ഞാൻ എപ്പോഴും പറയണ പോലെ അല്ല. എൻ്റെ കയ്യിൽ കാശില്ല അവനത് കൊണ്ട് കളയാനായിട്ട്. അയ്യോ, ക്ലീറ്റോ ഇല്ലല്ലോ ഇതിനകത്ത്. അത് നീ പറഞ്ഞില്ലേ? എടാ, ഇത് ക്ലീറ്റോ ഒട്ടും ഇല്ല ഇതിനകത്ത്. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഇതില്. അവന്റെ പ്ലാൻ അല്ലേ ഇത്? നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു അപ്പോ. എടാ, ഇത് പ്ലാൻ എന്ന് പറഞ്ഞാല് എനിക്കൊരു ബുക്ക് കിട്ടിയല്ലോ. ആ ബുക്കിലുണ്ടായിരുന്നതാണ് സ്വയം തൊഴിലിനെ പറ്റി. ഞാൻ തന്നെ മറ്റേ അപ്സര ഹോട്ടലിന്റെ നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്ത് ഞാൻ തന്നെ അവരെ വിളിച്ച് റെഡിയാക്കിയതല്ലേ. അതല്ലേ എനിക്കിത്ര ഉറപ്പ്. അപ്പോഴോ തുടങ്ങി നീ വിചാരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരൊക്കെ നമ്മളിപ്പോൾ 1 കിലോ അരിപ്പൊടി മേടിക്കുമ്പോൾ ഒരു 40 രൂപയെന്ന് വെച്ചോ. പക്ഷെ നമുക്കിത് 20 രൂപയ്ക്ക് കിട്ടും. അല്ല, നമ്മള് മറ്റേ ഹോൾസെയിൽ കടക്കാരുടെ അടുത്തുനിന്ന് എടുക്കാലോ.
കൂടി വന്ന ഒരു 5000 ഒന്നും ആവൂല, 5000 രൂപ, അതിനുള്ളിൽ കാര്യം നടക്കും. 5000 രൂപ ആവുള്ളൂ. ആ എടാ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലേ, ഇല്ല അങ്ങനെ പറയല്ലേ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആദ്യത്തെ കച്ചവടം കഴിയുമ്പോൾ തന്നെ ഞാൻ നിനക്ക് പകുതി പൈസ തരും. 2500 രൂപ നിന്റെ ഈ കയ്യിൽ കൊണ്ടുവന്ന് തരും. ഇവിടെ തരും. അടുത്ത പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അത് അപ്പൊ തന്നെ ലാഭമായി കഴിഞ്ഞു. എന്തിനാടാ ഞാൻ ഭയങ്കര ബിസിനസ് ആണല്ലേ ഇത്. പോകണ്ടാണ് എന്റെ പൈസ ഒന്നുമില്ല, ആവശ്യമില്ല. ഇപ്പൊ തയ്യലൊക്കെ കുറവായിട്ടാ. കേട്ടോ നീ സമ്മതിക്കടാ, കുറച്ച് പൈസ എനിക്കാണെങ്കിൽ തന്നെ കാലില്ലേ ഭയങ്കര വേദന. മിഷൻ ചവിട്ടാൻ പാടില്ലടാ, നീര് വന്ന് വീർക്കും. ഒരു ഗുരുവില്ലല്ലോ കാലിന്. അത് കുറച്ച് കഴിയുമ്പോ വരും, ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്കാണ്ട് മുട്ടെടുക്കാൻ വയ്യ. പോസ്റ്റ് എടുത്ത് മേളിൽ കയറുമ്പോൾ കാലെന്ത് വേണമെന്ന് അറിയാമോ? ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയുമ്പോൾ ഇങ്ങോട്ട് 10 കാര്യം പറയല്ല വേണ്ടത്. സമ്മതിക്കേട്ടാ. ഇതിനാടാ തയ്ക്കാൻ പാടില്ലാത്തോണ്ടല്ലേടാ, പട്ടിണിയായി പോവും. സമ്മതിച്ചാ? അയ്യടാ, അവനകത്തെടുത്തരുത്. അവനകത്തുണ്ടെന്ന ഇതിന്റെ കാലൊരു കുഴപ്പമില്ലടി. കുറച്ച് കഴിയുമ്പോഴല്ലേ വരുള്ളൂ. ഇതെങ്കിലും ചെയ്തെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ചിലപ്പോ രക്ഷപ്പെടും, ചിലപ്പോ രക്ഷപ്പെട്ടാലും